എത്ര പല്ല് തേച്ചാലും വായ്നാറ്റം മാറുന്നില്ല എന്നുള്ളത് പലരുടെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഫംഗ്ഷൻ എന്തെങ്കിലും പോകുന്നതിന് മുമ്പോ AC റൂമിനകത്ത് കയറുന്നതിന് മുമ്പോ നന്നായിട്ട് പല്ല് ബ്രഷ് ചെയ്തിരുന്നാലും ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വായിൽ നിന്ന് സ്മെല്ല് വരാറുണ്ട്. വായ്നാറ്റം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പല്ലുകൾ മാത്രം ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, നാവ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വായ്നാറ്റം മാറുന്നതിന് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മുടെ വായ്ക്കകത്ത് ജീവിക്കുന്ന ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളിൽ 90% ജീവിക്കുന്നത് നാവിലുള്ള ചെറിയ സുഷിരങ്ങൾക്കകത്താണ്. നാവ് ക്ലീൻ ചെയ്തതിന് വളരെ കട്ടിയുള്ള ടങ് ക്ലീനേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് നിങ്ങൾ ബ്രഷ് ചെയ്താൽ, ഒരു വളരെ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ബ്രഷ് ചെയ്താൽ തന്നെ നിങ്ങൾ നാവിലുള്ള ഈ ബാക്ടീരിയ ഒക്കെ കുറയുകയും നിങ്ങൾക്ക് വായുനാറ്റം ഗണ്യമായിട്ടുള്ള തോതിൽ കുറയാൻ സഹായിക്കുകയും ചെയ്യും. രാവിലെ ചെയ്യുന്നതിനേക്കാൾ വൈകുന്നേരം ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതിൽ വൈകുന്നേരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മുടെ ഈ വായുനാറ്റത്തിന്റെ മറ്റു ചില കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സൈനസിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ, അലർജി വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിലോ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടയിൽ സ്ഥിരം കഫം വന്ന് വീഴുന്നുണ്ടെങ്കിലോ, ടോൺസിലുകളിൽ സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിലോ, ടോൺസിൽ സ്റ്റോൺ ഉണ്ടെങ്കിലോ, വിട്ടുമാറാതെ ചുമയുണ്ടെങ്കിലോ, കഫത്തിന്റെ ഒരു സ്മെല്ലും ബുദ്ധിമുട്ടുണ്ടാക്കാം, അസിഡിറ്റി വിട്ടുമാറാതെ ഉണ്ടെങ്കിലോ എല്ലാം വായുനാറ്റം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രോബ്ലം നോക്കി പരിഹരിക്കാൻ ശ്രമിക്കുക.